പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഏശയ്യ 34:16 തിരുവചനം പറയുന്നു, കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക, ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയും ഇല്ല. നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം ബൈബിളിൽ ഉണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം ദൈവം ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് നാം കണ്ടെത്തി വായിക്കണം എന്നാണ് തിരുവചനം പറയുന്നത്. മനുഷ്യൻ്റെ ആത്മീയവും ഭൗതികവുമായ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ബൈബിളിലുണ്ട്. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്ന് റോമ 9:6 പറയുന്നുണ്ട്. 1 തിമോത്തി 4:9 തിരുവചനം വിശ്വാസയോഗ്യവും തികച്ചും സ്വീകാര്യവുമാണ് എന്ന് പറയുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ സമസ്ത മേഖലകളെയും സ്പർശിക്കുകയും നമ്മെ സുഖപ്പെടുത്തുകയും ചെയ്യും. ബൈബിൾ എങ്ങനെയാണ് രൂപം കൊണ്ടത്? 1500 വർഷങ്ങൾ കൊണ്ട് 3 ഭൂഖണ്ഡങ്ങളിലിരുന്ന് 40 എഴുത്തുകാർ എഴുതിയ ഗ്രന്ഥമാണ് ബൈബിൾ. കർത്താവ് സംസാരിച്ച കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായ 40 ദൈവത്തിൻ്റെ മക്കൾ വ്യത്യസ്ത മേഖലയിലുള്ളവരാണ് ബൈബിൾ എഴുതിയത്. ബൈബിളിൽ 73 ഗ്രന്ഥങ്ങളുണ്ട്. എന്തിനാണ് ബൈബിൾ നമുക്ക് നൽകപ്പെട്ടത്? 2 തിമോത്തി 3:16-17 തിരുവചനങ്ങളിൽ വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. അതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാകുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവഹിതപ്രകാരം എപ്രകാരമാണ് നാം ജീവിക്കണമെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവനിവേശിതം എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ എഴുതപ്പെട്ടവയാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ. അത് നമ്മുടെ തെറ്റുകൾ തിരുത്തുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ തെറ്റായ ജീവിത രീതിയെ മാറ്റി ദൈവത്തിൻ്റെ നീതിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മെ ബൈബിളിലൂടെയാണ് പഠിപ്പിക്കുകയാണ്. നാം നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ അപ്പോഴാണ് നമുക്ക് കഴിയുന്നത്. ഇരുൾ നിറഞ്ഞ പാതയിലൂടെ സുരക്ഷിതമായി യാത്ര ചെയ്യണമെങ്കിൽ പ്രകാശം ആവശ്യമാണ്. അതുപോലെ ജീവിതയാത്രയിൽ ശരീരവും മനസ്സും തളരുന്നതായി തോന്നുമ്പോൾ ഉണർവേകുന്ന, എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങുന്ന സന്ദർഭങ്ങളിൽ അറിവ് പകരുന്ന ജീവനുള്ള വചനങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളത്. നാം ബൈബിൾ വായിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് അതിൽ നിന്ന് ലഭിക്കും. ബൈബിൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ വചനം കേൾക്കുമ്പോൾ നമുക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാകുക? ദൈവം തന്നെയായ ദൈവത്തിൻ്റെ വചനം നാം എളിമയോടെ വായിക്കുമ്പോൾ നാം പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു. ദൈവത്തിലുള്ള അല്ലെങ്കിൽ ദൈവവചനത്തിലുള്ള രഹസ്യങ്ങൾ നമുക്ക് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കും. നമ്മിലുള്ള പാപങ്ങളെ നമുക്ക് കണ്ടെത്തുവാനും അവയെ ഉപേക്ഷിക്കുവാനും നമുക്ക് സാധിക്കും. പാപബോധവും പശ്ചാത്താപവും മാനസാന്തരവും ഉണ്ടാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മെ യേശുവിൽ പുതിയ സൃഷ്ടിയാക്കി മാറ്റുകയും ചെയ്യും. എന്തുകൊണ്ടാണ് നാം തെറ്റുകൾ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രലോഭനങ്ങളിൽ വീണു പോകുന്നത് എന്തുകൊണ്ടാണ്? മത്തായിയുടെ സുവിശേഷം 22:29 യേശു പറയുന്നു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുകൾ പറ്റുന്നത്. സങ്കീർത്തനം 119:11 സങ്കീർത്തകൻ പറയുന്നു, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വചനങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ പാപത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ സാധിക്കും. വചനം അറിയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാകും. അങ്ങനെ തെറ്റുകളിൽ വീഴാതെ വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.